ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ് എൻഡിങ് ഇൻ 5 ലൈക്ക് 5 സ്ക്വയർ, 15 സ്ക്വയർ, 25, 35 സ്ക്വയർ, 45 സ്ക്വയർ. ഇതിൻ്റെയൊക്കെ എൻഡിങ്ങിലുള്ള നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പം ഇങ്ങനെയുള്ള എൻഡിങ് നമ്പേഴ്സ് 5 ആവുന്ന നമ്പറുകളുടെ സ്ക്വയർ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഈ 105ൻ്റെ സ്ക്വയർ വരെ കണ്ടുപിടിക്കുകയാണ്. ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഏത് നമ്പേഴ്സിൻ്റെയും എൻഡ് ചെയ്യുന്ന 5 എൻഡ് ചെയ്യുന്ന നമ്പറുകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 ആയതുകൊണ്ട് 5 എൻഡ് ചെയ്യുന്ന നമ്പറുകളുടെ അവസാനം എന്ന് പറയുന്നത് 25 ആയിരിക്കും. എല്ലാ നമ്പറുകളുടെയും അവസാനം 25 ആയിരിക്കും. 45 സ്ക്വയറിൻ്റെ അവസാനം 25 ആയിരിക്കും. 55 സ്ക്വയറിൻ്റെ അവസാനം 25 ആയിരിക്കും. അതുപോലെ എല്ലാ നമ്പറുകളുടെയും അവസാനം എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ഫോർമാറ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കി ഇത് എങ്ങനെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 1 ആണ് പിന്നെ ഉള്ളത്. 15 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. 1ൻ്റെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. 1 × 2 എന്ന് പറയുന്നത് 2 ആണ്. 15 സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. ഇനി 2ൻ്റെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 3 ആണ്. 3 × 2 എന്ന് പറയുന്നത് 6 ആണ്. സോ 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625 ആണ്. ഇനി 35 3 ആണ്. 3യുടെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. 35 സ്ക്വയർ എന്ന് പറയുന്നത് 1225 ആണ്. ഇനി 4ൻ്റെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 5 ആണ്. 5 × 4 എന്ന് പറയുന്നത് 20 ആണ്. സോ 45ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2025 ആണ്. 5ൻ്റെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 6 ആണ്. 6 × 5 30 ആണ്. അതുപോലെ 6ൻ്റെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 7 ആണ്. 7 × 6 = 42. 7ൻ്റെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 8 ആണ്. 7 × 8 = 56. 8 × 9 = 72. 9ൻ്റെ അടുത്ത സംഖ്യ 10 ആണ്. 9 × 10 എന്ന് പറയുന്നത് 90 ആണ്. ഇനി 10ൻ്റെ അടുത്ത സംഖ്യ 11 ആണ്. 11 × 10 എന്ന് പറയുന്നത് 110 ആണ്. അപ്പോൾ 105ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് കാണാം 11,025 ആണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഏത് സംഖ്യയുടെയും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇത് അതുപോലെ തന്നെ ഏകദേശം 115ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 11ൻ്റെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 11 × 12. അതിൻ്റെ അവസാനം 5 ചേർത്താൽ മതി. ഇതെന്ന് പറയുന്നത് 11 × 12 എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്.